നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ബീഫ് എന്ന കേട്ടയുടൻ വാളെടുത്തു. IFFKയെ ഞെരിച്ചു കൊല്ലാൻ കേന്ദ്രത്തിന് ശ്രമം. മുഖ്യമന്ത്രി. സുവർണചകോരം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സിന് പ്രേക്ഷകപ്രീതിയിൽ തന്തപ്പേര്. സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം കണ്ണൂരിന്. വടക്കൻ കേരളത്തിൽ ആദ്യ റോബോട്ടിക് വൃക്ക മാറ്റിവെക്കൽ പൂർത്തിയാക്കി കിംസ് ശ്രീചന്ദ്. നാളത്തെ +2 ഹിന്ദി പരീക്ഷ മാറ്റി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വിവിധ സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ച കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ തീരുമാനം അപഹാസ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മേളയ്ക്ക് ഇത്തവണ അസാധാരണമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് കേന്ദ്രമാണ്. 19 സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചത് കൊണ്ട് മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറി. 10ഓളം സിനിമകളുടെ പ്രദർശനം ആദ്യ ദിവസം റദ്ദാക്കേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് 13 സിനിമകൾക്ക് പ്രദർശന അനുമതി ലഭിച്ചു. ഭിന്ന സ്വരങ്ങളെയും വൈവിധ്യമായ സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ നയങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. IFFK സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചു. എന്താണ് അതിന് കാരണം? ബീഫ് എന്നാൽ അവർക്കൊരു അർത്ഥമേയുള്ളൂ. ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥമായി സിനിമയ്ക്ക് ഒരു ബന്ധവുമില്ലായിരുന്നു. സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ്കോപ്പുമായി ബന്ധപ്പെട്ടതാണ് ആ സിനിമ. ഹിപ്കോപ്പ് സംസ്കാരത്തിൽ ബീഫ് എന്നാൽ പോരാട്ടം, കലഹം എന്നൊക്കെയാണ് അർത്ഥം. ഇത് തിരിച്ചറിയാതെ ഇവിടുത്തെ ബീഫാണെന്ന് കരുതി വാളെടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. എത്ര പരിഹാസ്യമാണിത്! ലോക ക്ലാസിക് ആയ ബാറ്റിൽഷിപ്പ് പൊട്ടൻഷ്യൽ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചു. ലോക സിനിമയെക്കുറിച്ചുള്ള കേന്ദ്രഭരണ സംവിധാനത്തിൻ്റെ അജ്ഞതയുടെ നിർലജ്ജമായ പ്രകടനമായി വേണം നടപടിയെ കാണാം. ഏതൊക്കെ സിനിമ പ്രവർത്തകർ കേരളത്തിൽ വരണം എന്നതിൽ പോലും കേന്ദ്ര സർക്കാർ കൈകടത്തുന്ന ഇത് കേവലം ചില ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക നടപടിയല്ല. 30 വർഷം പ്രായമായ IFFKയെ ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമമാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും വിലക്ക് മറികടന്ന് പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം അതിൻ്റെ ഭാഗമാണ്. ജനാധിപത്യ വിരുദ്ധമായ ഏത് ഫാസിസ്റ്റ് നടപടിയും ചെറുത്തുകൊണ്ട് IFFK ഇവിടെ തന്നെ ഉണ്ടാകും. ആവിഷ്കാര സ്വാതന്ത്ര്യമേലുള്ള കടന്ന് കയറ്റത്തിന്മേൽ IFFK മുട്ടുമടക്കില്ല, മുഖ്യമന്ത്രി പറഞ്ഞു. തലസ്ഥാന നഗരിയിൽ 7 ദിനം ദൃശ്യവിസ്മയ കാഴ്ചകളൊരുക്കിയ 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. ജപ്പാനീസ് സംവിധായകൻ ഷോ മിയാക്കയുടെ 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് സുവർണ ചകോരം നേടി. സംവിധായകനും നിർമ്മാതാക്കളുമായി 20 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മുഖ്യമന്ത്രി സമർപ്പിച്ചു. മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം ചോല നായ്ക്കരുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ മലയാള ചിത്രം തന്തപ്പേര് നേടി. സജി ചെറിയാൻ പുരസ്കാരം നൽകി. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത ചിത്രം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലാണ് പ്രദർശിപ്പിച്ചത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം പുരസ്കാരം അർജൻറ്റീന ചിത്രം ബിഫോർ ദ ബോഡിയുടെ സംവിധായകരായ കരീമ പയാസ്കി, ലൂസിയ ബ്രൈസ്ലസിനും ലഭിച്ചു. 4 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വടക്കൻ കേരളത്തിൽ ആദ്യ റോബോട്ടിക് വൃക്ക മാറ്റിവെക്കൽ പൂർത്തിയാക്കി കിംസ് ശ്രീചന്ദ് കണ്ണൂർ. ശസ്ത്രക്രിയ രംഗത്ത് ഏറ്റവും നൂതനമായ കാൽവയ്പായി റോബോട്ട് ഉപയോഗിച്ചുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി കിംസ് ശ്രീചന്ദ് ആശുപത്രി. കഴിഞ്ഞ ഡിസംബർ 12-നാണ് റോബോട്ടിക് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് സ്വദേശിയായ 36 വയസ്സുള്ള രോഗിക്ക് ഭാര്യയാണ് വൃക്ക ദാനം ചെയ്തത്. വൃക്ക സ്വീകരിച്ച യുവാവിനെ വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തു. റോബോട്ട് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയയായതിനാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ രോഗി ആരോഗ്യവാനായി എന്നത് പ്രത്യേകതയാണ്. സങ്കീർണമായ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് റോബോട്ടിൻ്റെ സഹായത്തോടെ സൂക്ഷ്മമായും കൃത്യതയോടെയും ഡോക്ടർമാർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. ദക്ഷിണേന്ത്യയിൽ തന്നെ റോബോട്ടിക് വൃക്ക ശസ്ത്രക്രിയയിൽ അഗ്രഗണ്യനായ ഡോക്ടർ മോഹൻ കേശവമൂർത്തിയുടെയും ഡോക്ടർ കാർത്തിക് റാവുവിൻ്റെയും സാന്നിധ്യമാണ് ഈ ചികിത്സാ രീതി കണ്ണൂരിൽ സാധ്യമാക്കിയത്. നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ടോം ജോസ് കാക്കനാട്, യൂറോളജിസ്റ്റ് ഡോക്ടർ അമൽ ജോർജ്, ഡോക്ടർ TP ദിൽഷാദ്,
ഡോക്ടർ എ കെ ഫയാസ്, ഡോക്ടർ കെ അശ്വൻ, ഡോക്ടർ അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വലിയ മെഡിക്കൽ ടീമിൻ്റെ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. കണ്ണൂർ പുഷ്പോത്സവം ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കും. കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ADM കലാഭാസ്കർ അധ്യക്ഷനായി. സൊസൈറ്റി സെക്രട്ടറി PV രത്നാകരൻ, ട്രഷറർ KM ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിനകത്തോ പുറത്തു നിന്നെത്തിക്കുന്ന പൂക്കളുടെയും ചെടികളുടെയും വിപുലമായ ശേഖരമായിരിക്കും പുഷ്പോത്സവത്തിൻ്റെ മുഖ്യ ആകർഷണം. കൂടാതെ 40 നഴ്സറികൾ, വിപണന സ്റ്റാളുകൾ, കുട്ടികൾക്കായി പാർക്ക്, കാർഷിക സെമിനാറുകൾ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കും. ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ് സംഘാടക സമിതി ചെയർമാൻ. ഡെപ്യൂട്ടി മേയർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ MN പ്രദീപൻ, PC മിത്രൻ, BF റാവു, ഗൗരി നമ്പർ, പ്രഭാ വേണുഗോപാൽ എന്നിവരാണ് വൈസ് ചെയർമാൻമാർ. PV രത്നാകരൻ ആണ് ജനറൽ കൺവീനർ. MK മൃദു, C അബ്ദുൽ ജലീൽ എന്നിവർ ജോയിൻറ്റ് കൺവീനർമാരാണ്. KM ബാലചന്ദ്രൻ ആണ് ട്രഷറർ. സർഗോത്സവം പന്തൽക്കാട്ടിൽ നാളെ. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രീ മെട്രിക് ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ സംസ്ഥാന കലാമേള സർഗോത്സവത്തിൻ്റെ പന്തൽ കാൽനാട്ട് തടങ്ങ് നാളെ വൈകിട്ട് 4-ന് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. നാളെ നടക്കാനുള്ള +2 ഹിന്ദി പരീക്ഷ മാറ്റി. സംസ്ഥാനത്ത് നാളെ നടക്കാനിരിക്കുന്ന +2 ഹിന്ദി പരീക്ഷ മാറ്റി. ചില സാങ്കേതിക കാരണങ്ങളാൽ 20-ന് നടത്താനിരുന്ന പരീക്ഷ മാറ്റിയതും ജനുവരി 5-ന് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ നടത്തുമെന്നും ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിൻറ്റ് ഡയറക്ടർ അറിയിച്ചു. തിങ്കളാഴ്ചയാണ് വാർഷിക പരീക്ഷയ്ക്ക് തുടക്കമായത്. 2 ഘട്ടമായാണ് ഹയർ സെക്കൻഡറി വിഭാഗം പരീക്ഷ. ആദ്യ ഘട്ടം 15-ന് ആരംഭിച്ച് 23-ന് അവസാനിക്കും. അവധിക്ക് ശേഷം ജനുവരി 6-ന് പരീക്ഷ നടക്കും. ക്രിസ്മസ് അവധിക്ക് 23-ന് സ്കൂൾ അടയ്ക്കും. ജനുവരി 4 വരെയാണ് അവധി. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ കന്നിക്കിരീടം. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സ് FC തൃശ്ശൂർ മാജിക് FCയെ എതിരില്ലാതെ 1 ഗോളിന് തോൽപ്പിച്ചു. ആദ്യ പകുതിയിൽ റെഡ് കാർഡ് കണ്ട് 10 പേരുമായി ചുരുങ്ങിയ മത്സരത്തിൽ പ്രതിരോധത്തിൽ കോട്ടകെട്ടിയാണ് കണ്ണൂർ മിന്നം വിജയം സ്വന്തമാക്കിയത്. കണ്ണൂരിന് വേണ്ടി അസ്യർ ഗോമസ് 1 ഗോൾ നേടി. രണ്ടാം പകുതിയിൽ കണ്ണൂരിൻ്റെ പരിശീലകൻ മാനുവൽ സാഞ്ചസിനും ചുവപ്പ് കാർഡ് തന്നു. സൂപ്പർ ലീഗ് കേരള ഫൈനൽ പോരാട്ടത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FCയും തൃശ്ശൂർ മാജിക് FCയും സെമി ഫൈനൽ കളിച്ചു. ആദ്യ 11-ൽ മാറ്റങ്ങളുമായി ആണ് നിർണായക മത്സരത്തിന് ഇറങ്ങിയത്. കണ്ണൂർ വാരിയേഴ്സ് FC 4-3-3 ഫോർമേഷനിൽ ആദ്യ 20-ൽ നിന്ന് കണ്ണൂരിന് വേണ്ടി സെമി ഫൈനലടക്കം 11 മത്സരങ്ങൾ കളിച്ച പ്രതിരോധ താരം വികാസ് പരിശീലനത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് പുറത്തുപോയി. പകരം അശ്വിൻ കുമാർ ആദ്യ 11-ൽ എത്തി. തൃശ്ശൂർ മാജിക് FCയിൽ 2 മാറ്റങ്ങളുണ്ടായിരുന്നു. 4-4-2 എന്ന ഫോർമേഷനിൽ 5 പ്രതിരോധ താരങ്ങളെ ഇറക്കി അലൻ ജോണിനെ ഡിഫൻസീവ് മിഡിൽ നാക്കി ഇറക്കി. തൃശ്ശൂരിൻ്റെ മധ്യനിര നിയന്ത്രിച്ച സൂപ്പർ താരം ലെനി റോഡിഗൈഡ്, ഫ്രാൻസിസ് അദോ എന്നിവർക്ക് പകരമായി അലൻ ദോതും ഉമേഷ് ശങ്കറും ആദ്യ 11-നെത്തി. 13-ാം മിനിറ്റിൽ തൃശ്ശൂർ മാജിക് താരം മാർക്കസ് ജോസഫിൻ കണ്ണൂരിൻ്റെ പ്രതിരോധ താരം അശ്വിനെ ഫോൾ ചെയ്തതിന് മഞ്ഞക്കാർഡ് ലഭിച്ചു. 15-ാം മിനിറ്റിൽ വലതു വിങ്ങിൽ നിന്ന് സിനാൻ നൽകിയ ക്രോസ് സെക്കൻഡ് പോസ്റ്റിൽ നിന്നിരുന്ന അസിയൻ ഗോമസ് ഗോൾ ലക്ഷ്യമാക്കി ഹെഡ് ചെയ്തു. ഗോളാക്കേണ്ടിയിരുന്ന അവസരം തൃശ്ശൂർ പ്രതിരോധ താരം തേജസ് കൃഷ്ണ കൈകൊണ്ട് തടഞ്ഞു. ആദ്യ റഫറി പെനാൾട്ടി വിളിച്ചില്ലെങ്കിൽ കണ്ണൂർ താരങ്ങൾ അപ്പീൽ ചെയ്തതോടെ ഫോർത്ത് റഫറിയുടെ തീരുമാനം കണക്കിലെടുത്ത് 16-ാം മിനിറ്റിൽ റഫറി പെനാൾട്ടി വിളിച്ചു. 18-ാം മിനിറ്റിൽ കണ്ണൂരിൻ്റെ അസിയൻ ഗോമസ് എടുത്ത പെനാൾട്ടി ഗോളായി മാറി. പിന്നീട് നിരവധി അവസരം ഇരു ടീമുകൾക്കും ലഭിച്ചെങ്കിലും ഗോൾ നേടാനായില്ല. മത്സരത്തിൽ പലതവണ ഇരു ടീമുകളും കളത്തിന് പുറത്ത് ഏറ്റുമുട്ടിയതോടെ റഫറി കണ്ണൂരിൻ്റെ മുഖ്യ പരിശീലകൻ മാനുവൽ സാഞ്ചസിനും തൃശ്ശൂരിൻ്റെ പരിശീലകൻ ദുലീപിനും മഞ്ഞ കാർഡ് ലഭിച്ചു. മത്സരം അധിക സമയത്തേക്ക് നീങ്ങിയപ്പോൾ തൃശ്ശൂർ മാജിക് പ്രതിരോധ താരം മെയ്സൺ അറ്റാക്കിൻ്റെ ഇങ്ങനെയൊക്കെ മാറി. 95-ാം മിനിറ്റിൽ കണ്ണൂരിൻ്റെ അബ്ദുൽ കരീം ഒറ്റയ്ക്ക് മുന്നേറി ഗോളവസരം ലഭിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.